ഗൈസ് ധ്രുവനും നവീനും ഒന്നിക്കാണ് ഗൈസ്. ഡബിൾ സ്ട്രോങ്. ശത്രുക്കളെ വരെ സ്നേഹിക്കണം എന്നാ ഗാന്ധിജി പറഞ്ഞത്. രംഗണ്ണന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. രംഗണ്ണ എന്നാണ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഷെയറിങ്. ഞങ്ങൾ പിന്നെ ഒരു കുടുംബത്തിനും ഒരു ബെഞ്ചിൽ നിന്നും ഒരു പ്ലേറ്റിൽ നിന്നും അയൽ കടന്ന് ഇറങ്ങി എനിക്ക് വന്ന ആൾക്കാരെ ഞാൻ കൂടിയ ശങ്കർബായിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു വലിയ പത്മവ്യൂഹം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പത്മവ്യൂഹം എന്താണ് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഡയറക്ടർക്ക് അറിയാം, സ്ക്രിപ്റ്റ് റൈറ്റർക്ക് അറിയാം. ഞങ്ങളത് അഭിനയിക്കും, അറിയുന്നില്ലെങ്കിലും അറിഞ്ഞ പോലെ അഭിനയിക്കും. എന്റെ കൈയെല്ലാം ഇങ്ങനെയാക്കി ഗൈസ്. നോക്കൂ ഗൈസ്, എന്റെ കൈ ഇങ്ങനെയാക്കി. അത് വേറെ ഒരു മോഡലില്ലേ പറയാനോ? നമ്മളിപ്പോൾ ഹിമാലയം ആ ഒരു ഏരിയയിലേക്ക് നമ്മുടെ കുറച്ച് ക്രൂ മെമ്പേഴ്സ് പോയിട്ട് അവർ കുറേ കണ്ടുപിടിച്ചിട്ട് വന്ന് കണ്ടെത്തിയ ഒരാളുണ്ട്. കറക്റ്റ്, കാരണം പുള്ളിക്കാരൻ അധികമൊന്നും മിണ്ടൊന്നുമില്ല, പക്ഷെ ഭയങ്കര ജ്ഞാനിയാണ്. അപ്പം ഇതാണ് നമ്മുടെ പറഞ്ഞ ആള്. അപ്പം ഇങ്ങനെയാണ്, അപ്പോൾ ആള് ജ്ഞാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ശങ്കർബായിനെ തകർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതെ, നിങ്ങളുടെ ശങ്കർബായിനെ നമ്മൾ തകർത്തിരിക്കും. ഓക്കെ, മാക്സിമം ഞങ്ങൾ ശ്രമിക്കും. നടക്കുമെന്ന് അറിയില്ല, പക്ഷെ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. ലൈക്ക് മിഥുനും നവീനും രണ്ട് ക്യാരക്ടേഴ്സായിട്ട് വരികയാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആൻഡ് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്സ് വരുന്നുണ്ട്. ധ്രുവനും നവീനും കൂടെ പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. അടിപൊളി ഇൻട്രസ്റ്റിംഗ് ത്രില്ലിംഗ് എപ്പിസോഡ്സ് ആണ് വരുന്നത്. സോ ട്വിസ്റ്റാണ്. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ, കാരണം നമ്മൾ കണ്ട സ്വാമി ഇപ്പോൾ ആരാണെന്ന് നിങ്ങൾ നോക്കൂ ഗായ്സ്. സ്വാമി സത്യത്തിൽ എനിക്ക് മൂന്നാമത്തെ മുഖമുണ്ട്. ഇതിന്റെ മൂന്നാമത്തെ മുഖമാണ് സ്വാമി. നവീനാണോ അല്ലെങ്കിൽ മിഥുൻ ആണോ അല്ലെങ്കിൽ സ്വാമിയാണോ, ആരാണ്? അത് പറഞ്ഞ ഞാൻ ഇതാണ് മറ്റേത്. സത്യത്തിൽ ഇതുവരെ പ്രേക്ഷകർ നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇവന്റെ ഏത് ക്യാരക്ടറാണ് ഇഷ്ടം? എന്റെ താടി വെച്ച് കാണെങ്കിൽ കമന്റ് ബിലോ. എനിക്ക് ഈ താടി വെക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ കമന്റ് ബിലോ. ഞങ്ങളെ വില്ലന്മാരിൽ ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടം? അത് പുതിയ വില്ലനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബിലോ. പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതും മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് ഈ വരാൻ പോകുന്ന എപ്പിസോഡില്. താങ്ക് യു വെരി മച്ച്.